നമസ്കാരം. സാബ് അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് എല്ലാവരും കാത്തിരുന്ന കോർപ്പറേറ്റ് ഇൻസ്പെക്ടറിന്റെ എക്സാം സെപ്റ്റംബർ 5-ാം തീയതി നടക്കുകയാണ്. 5-ാം തീയതി എന്നുള്ള ആ ടൈം ടേബിളിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പുതിയ സിലബസും കൂടെ കിട്ടി. സിലബസ് പരിശോധിച്ചപ്പോൾ നമ്മൾ ഇത്രയും നാൾ ആ പോയിരുന്ന ആ വേയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിലബസ്. പക്ഷെ നമ്മളത് കൂടുതൽ കൂടുതൽ അടുത്തറിഞ്ഞത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. കുറച്ചും കൂടി എളുപ്പമാണ്. അത് പഠിച്ചെടുക്കാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. കോഡിംഗ് കോർപ്പറേഷൻ അപ്പാടെയില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള അക്കൗണ്ടൻസി ഇല്ല. അതുപോലെ തന്നെ ലോയിൽ നിന്ന് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. കമ്മിറ്റീസ് ഇല്ല. അത് പഠിക്കാൻ കുറച്ചും കൂടി വിഷമമാണ് കമ്മിറ്റീസ്. അത് ആ ഭാഗവും ഇല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. അക്കൗണ്ടൻസി എന്ന് പറയുന്നതും അതുപോലെ ഫോറിൻ കോർപ്പറേഷൻ ഒക്കെ അപ്പാടെ റിമൂവ് ചെയ്തതിൽ നമുക്കൊരു വിഷമം തോന്നി. എന്നാലും ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സോ അതുപോലെ GKയോ ആ ഒരു പാട്ടില്ലാത്ത തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം കോർപ്പറേറ്റീവ് സെക്ടറിൽ കൂടുതൽ ഊന്നി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആരും ജനറൽ PSC അധികം നോക്കാറില്ല. അതുകൊണ്ട് തന്നെ GK എന്നുള്ളൊരു ഭാഗം ഒരു ബാലികേറാ മല തന്നെയാണ് എല്ലാവർക്കും. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് ഒഴിവായി കിട്ടി. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ പലർക്കും പലതും പോലെയാണ്. ചില ആളുകൾക്ക് നല്ല എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് വിഷമമായിരിക്കും. അപ്പൊ ആ ഒരു ഭാഗവും നമുക്കില്ല. അപ്പൊ എങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നല്ല സിലബസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു 60 ദിവസം കൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു 60 ദിവസമുള്ളൂ. ഇന്ന് ജൂലൈ 1. ഇന്ന് മുതൽ 60 ദിവസം നമ്മൾ ചേർത്ത് പിടിച്ച് കഠിനാധ്വാനത്തോടു കൂടി പഠിക്കുകയാണെങ്കിൽ അതൊരു നല്ല സ്മാർട്ട് വർക്കായി പഠിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഈസിയായി നേടാവുന്ന ഒന്ന് മാത്രമാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ സിലബസിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസുകൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഏതൊക്കെ ഭാഗമാണെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിന്റെ ഒരു അവയർനെസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മളുടെ കോർപ്പറേറ്റീവ് എക്സാമിന്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പാർട്ട് 1 കോർപ്പറേഷൻ. പാർട്ട് 1 കോർപ്പറേഷൻ 50 മാർക്ക്, അതുപോലെ തന്നെ ബാങ്കിങ്ങിൽ 50 മാർക്ക്, പിന്നെ സൈബർ ലോ ആൻഡ് IT 10 മാർക്ക്. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സിലബസ് എന്ന് പറയുന്നത്. ആ പാർട്ട് 1 കോർപ്പറേഷനിൽ 9 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതുപോലെ പാർട്ട് 2 എന്ന് പറയുന്ന ബാങ്കിങ് മേഖലയിൽ ഒരു 10 പാർട്ടും, പിന്നെ സൈബർ ആൻഡ് ITയിൽ നിന്ന് ഒരു പാർട്ടും, അങ്ങനെ മൊത്തം 20 പാർട്ടുകളായിട്ടുണ്ട്. ആ 20 പാർട്ടുകളില് ചിലത് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റും, വളരെ ചെറുതാണ്. എന്നാൽ ചിലത് അങ്ങനെയല്ല, കുറച്ചും കൂടി ഡീപ്പായിട്ട് വരും. അപ്പൊ നമുക്ക് 2 ദിവസങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റും. എന്നാൽ ഒരു 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് മുഴുവൻ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ബാക്കി ഒരു 20 ദിവസം നമുക്ക് ഇതിന്റെ റിവിഷനായിട്ട് നടത്താം. പറ്റിയാൽ ഇല്ലെങ്കിലും 60 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ആരംഭിക്കുന്നു കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം. പാർട്ട് 1 ആദ്യത്തെ കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം. നമുക്കത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അധികം നേരം സംസാരിച്ച് സമയം കളയേണ്ടതില്ല. ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കുറച്ചധികം നേരം ഉണ്ടാവും. അത് ഞാൻ 1-2 പാട്ടുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുവാൻ അല്ലെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കണ്ടിന്യൂസ് ഒരു ക്ലാസ് കേൾക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിരിക്കും ഒരു അരമണിക്കൂറിന്റെ ക്ലാസ്സുകളായിട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡിവൈഡ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഇട്ടു തരുന്നത്. കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം, സഹകരണവും അതോടൊപ്പം തന്നെ മറ്റുള്ള സാമ്പത്തിക വ്യവസ്ഥിതികളും. എന്തെല്ലാമാണ് മറ്റുള്ള സാമ്പത്തിക വ്യവസ്ഥിതികൾ എന്ന് നോക്കാം. ക്യാപിറ്റലിസം, സോഷ്യലിസം, കോർപ്പറേഷൻ. ക്യാപിറ്റലിസം, സോഷ്യലിസം, കോർപ്പറേഷൻ. Capitalism, socialism and cooperation all are the forms of organization, but fundamentally all are different. ക്യാപിറ്റലിസവും സോഷ്യലിസവും കോർപ്പറേഷനും എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ രൂപങ്ങളാണ് എങ്കിൽ കൂടിയും അതെല്ലാം വ്യത്യസ്തങ്ങളുമാണ്. അതിന്റെ ഫണ്ടമെന്റലി ബേസിക്കലി അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. Capitalism, socialism and cooperation all are the forms of organization, but fundamentally all are different. ക്യാപിറ്റലിസവും സോഷ്യലിസവും കോർപ്പറേഷനും എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണെങ്കിലും അവയെല്ലാം അടിസ്ഥാനപരമായി വ്യത്യസ്തങ്ങളാണ്. Cooperation possesses the advantage which neither the system of capitalism nor socialism. കോർപ്പറേഷൻ എന്ന് പറയുന്നതിലെ
ക്യാപിറ്റലിസത്തിന്റെയോ സോഷ്യലിസത്തിന്റെയോക്കാൾ ഉപരിയായിട്ടുള്ള കുറെ അഡ്വാൻറ്റേജുകളുണ്ട്. അതായത് ക്യാപിറ്റലിസത്തിലും സോഷ്യലിസത്തിലും ഇല്ലാത്തതായ ഒരുപാട് നേട്ടങ്ങൾ കോർപ്പറേഷനിലുണ്ട്. Then a corporation possesses the advantages which neither the system of capitalism nor socialism. ക്യാപിറ്റലിസം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ രൂപങ്ങളാണെങ്കിൽ കൂടി അവ അടിസ്ഥാനപരമായി വ്യത്യാസമുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റലിസത്തിലും സോഷ്യലിസത്തിലും ഇല്ലാത്തതായ ഒരുപാട് അഡ്വാൻറ്റേജുകൾ അവർക്കുള്ളതിനേക്കാൾ ഉപരിയായി ഒരുപാട് നേട്ടങ്ങൾ കോർപ്പറേഷനിൽ ഉണ്ട്. Cooperative system is away from the profit motive and keeps the character of the capitalistic system on the one hand and keeps the individual freedom on the other hand. എന്താണ് കോപ്പറേറ്റീവ് സിസ്റ്റം എവേ ഫ്രം ദ പ്രോഫിറ്റ് മോട്ടീവ്, ലാഭേച്ഛ ഇല്ലാതെ ലാഭത്തിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടാണ് കോപ്പറേറ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ കീപ്സ് ദി ക്യാരക്ടർ ഓഫ് ദി ക്യാപിറ്റലിസ്റ്റിക് സിസ്റ്റം ഓൺ ദ വൺ ഹാൻഡ് ആൻഡ് കീപ്സ് ദി ഇൻഡിവിജ്വൽ ഫ്രീഡം ഓൺ ദി അതർ ഹാൻഡ്. അതായത് ഇത് പറയുന്നത് വേറൊന്നല്ല, ക്യാപിറ്റലിസത്തിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്തെന്നാ പറയുന്നത്, പ്രോഫിറ്റ് മോട്ടീവാണ്. അതുപോലെ തന്നെ എന്താണ് ഇൻഡിവിജ്വൽ ഫ്രീഡം വളരെയധികം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. എന്നാൽ കോപ്പറേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ലാഭേച്ഛ ഇല്ലാതെ, എന്നാൽ ലാഭം ഒട്ടും വേണ്ട എന്നല്ല പറയുന്നത്, അമിത ലാഭം ആഗ്രഹിക്കാതെ ഉള്ള ഒരു സ്വഭാവം സൂക്ഷിക്കുകയും, അതായത് ക്യാപിറ്റലിസ്റ്റിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോഫിറ്റ് മോട്ടീവിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട്, എന്നാൽ ക്യാപിറ്റലിസത്തിന്റെ വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൽ ഊന്നിക്കൊണ്ടും പ്രവർത്തിക്കുന്ന ഒന്നാണ് കോപ്പറേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സിസ്റ്റം ഈസ് അവേ ഫ്രം ദ പ്രോഫിറ്റ് മോട്ടീവ് and keeps the character of the capitalistic system on the one hand and gives the individual freedom on the other hand. ഒരു കൈകളിലെ ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള പ്രോഫിറ്റ് അകറ്റി നിർത്തിക്കൊണ്ട് മറ്റു കൈയിലെ അതിന്റെ ഇൻഡിവിജ്വൽ ഫ്രീഡം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് കോപ്പറേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. Cooperation stands far above the two systems of capitalism and socialism. അതായത് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ ഓർഗനൈസേഷനിൽ നിന്നും അതുപോലെ സോഷ്യലിസത്തിൽ നിന്നും വളരെ മുകളിലാണ് കോപ്പറേഷൻ നിലനിൽക്കുന്നത്. കോപ്പറേഷൻ സ്റ്റാൻഡ്സ് ഫാർ അബവ് the two systems of capitalism and socialism. Cooperation stands far above the two systems of capitalism and socialism. The essential feature of cooperation is that power remains in the hands of men who are directly interested in the work to be done. The essential feature of cooperation is that power remains in the hands of men who are directly interested in the work to be done. അതായത് കോപ്പറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കയ്യിൽ തന്നെയാണ് അതിന്റെ ശക്തിയുമുള്ളത്. അതായത് കോപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം കുറെ ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു സംഘടനയാണ്. ഒരേ ലക്ഷ്യത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ആളുകൾ, അതായത് അവരുടെ ലക്ഷ്യം ഒന്നായിരിക്കും. അങ്ങനെ ഒരേ ലക്ഷ്യത്തില് ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ സംഘടനയാണ് കോപ്പറേഷൻ. അതുകൊണ്ട് തന്നെ എന്താണ് കോപ്പറേഷന്റെ ഏറ്റവും നല്ല ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരേ ജോലി താല്പര്യപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഓരോ പ്രവർത്തനത്തിൽ താല്പര്യപ്പെടുന്ന ആളുകളുടെ കൈകളിൽ തന്നെയാണ് കോപ്പറേഷൻ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത്. The essential feature of cooperation is that power remains in the hands of men who are directly interested in the work to be done. Cooperation is not only the most efficient, economical and practical way of doing business, but it recognizes equality and independence of all human beings. Cooperation is not only the most efficient, economical and practical way of doing business. Cooperation എന്ന് പറയുന്നത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് അതുപോലെ ഏറ്റവും സാമ്പത്തികപരമായിട്ടും ഏറ്റവും പ്രായോഗികമായിട്ടും ബിസിനസ് ചെയ്യുന്ന ഒന്ന് മാത്രമല്ല, അതെന്താണ് സമത്വത്തിൽ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇക്വാലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്, സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും അതായത് സാമൂഹിക ജീവികളുടെ സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും അടിസ്ഥാനപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. കോപ്പറേഷൻ എന്ന് പറയുന്നത് എഫിഷ്യന്റ് ആയിട്ട്, എക്കണോമിക്കലായിട്ട്, പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ബിസിനസ് മാത്രമല്ല, അത് സാധാരണക്കാരായ ജനങ്ങളുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ഇൻഡിപെൻഡൻസിനും ഇക്വാലിറ്റിക്കും കൂടി അടിസ്ഥാനപരമായി ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. കോപ്പറേഷൻ ഈസ് നോട്ട് ഓൺലി ദ മോസ്റ്റ് എഫിഷ്യന്റ്, എക്കണോമിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ വേ ഓഫ് ഡൂയിങ് ബിസിനസ്, but it recognizes
ഇക്വാളിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ്. കോപ്പറേഷൻ എന്ന് പറയുന്നത് എഫിഷ്യന്റ് ആയിട്ടും എക്കണോമിക്കലായിട്ടും അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് മാത്രമല്ല, അത് സാധാരണക്കാരായ ഹ്യൂമൻ ബീയിങ്സിന്റെ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും കൂടി അടിസ്ഥാനം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണ്. Cooperation is an association of persons who combine for joint effort on the basis of equality. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ ആണ്. എന്തുകൊണ്ട്? വ്യക്തികളുടെ ഒരു അസോസിയേഷൻ ആണ്. എങ്ങനെയുള്ള വ്യക്തികളുടെ? സമത്വത്തിനെ ബേസ് ചെയ്ത് ജോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഒരു സമത്വത്തിലൂന്നിക്കൊണ്ട്, സമത്വമാണ് അവരുടെ പ്രാധാന്യം, ആ സമത്വത്തിലൂന്നിക്കൊണ്ട് ഉള്ള ആളുകൾ കമ്പൈൻ ചെയ്ത് രൂപീകരിക്കുന്ന ഒരു അസോസിയേഷനാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. Cooperation is an association of persons who combine for joint efforts on the basis of equality. Individual freedom occupies the front position in capitalism. Individual freedom occupies the front position in capitalism. Individual freedom, അതായത് ക്യാപിറ്റലിസത്തിന് നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നതാണ് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത്. എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിലൂന്നിട്ടാണ്, വ്യക്തി സ്വാതന്ത്ര്യത്തിലൂന്നിക്കൊണ്ടാണ് ക്യാപിറ്റലിസം വർക്ക് ചെയ്യുന്നത്. ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം തന്നെയാണ് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത്. സ്വകാര്യമായ സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ. In cooperation, man rules the money, while in capitalism, money rules the man. കോപ്പറേഷനിൽ ആരാണ്? man rules the money. അതായത് കോപ്പറേഷൻ എന്ന് പറയുന്ന സംഘടനയിലെ ഏറ്റവും വലിയ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, man rules the money, മനുഷ്യനാണ് പണത്തെ നിയന്ത്രിക്കുന്നത്. while in capitalism, ക്യാപിറ്റലിസത്തില് പണമാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. In cooperation, man rules the money, while in capitalism, money rules the man. In cooperation, man rules the money, while in capitalism, money rules the man. In cooperation, business gives more importance to member rather than capital. In cooperation, business give more importance to member rather than capital. Cooperation എന്താണ്? ബിസിനസിന് എന്താണ്? ക്യാപിറ്റലിനേക്കാളും ആ മെമ്പർമാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു ബിസിനസ്, കോപ്പറേഷൻ എന്ന് പറയുന്നതിൽ ആ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? മെമ്പർമാർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ക്യാപിറ്റലിനല്ല. ഒരു ക്യാപിറ്റലിസത്തിലാണെങ്കിൽ ക്യാപിറ്റലിനാണ് പ്രാധാന്യമെങ്കിൽ, കോപ്പറേഷനിലാണെങ്കിൽ അത് പ്രാധാന്യം കൊടുക്കുന്നത് മെമ്പേഴ്സിനാണ്. ഇൻ കോപ്പറേഷൻ, ബിസിനസ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു മെമ്പേഴ്സ് റാദർ ദാൻ ക്യാപിറ്റൽ. In capitalistic economy, profit earning is the main motive and surplus goes to the organizers and the capitalists. In capitalistic economy, ഒരു capitalistic economy-യില് profit earning is the main motive and surplus goes to the organizers and the capitalists. ഒരു ക്യാപിറ്റലിസ്റ്റിക്, ഒരു മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതിയിൽ എന്താണ് പറയുന്നത്? പ്രോഫിറ്റ് ഏർണിംഗ് ഇസ് ദ മെയിൻ മോട്ടീവ്. പ്രോഫിറ്റ്, ലാഭമാണ് അവരുടെ മെയിൻ മോട്ടീവ്. അവരുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറഞ്ഞ ലാഭമാണ്. അവർക്ക് ലാഭത്തിലൂന്നിയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ് എന്താണ്? സർപ്ലസ് ഗോസ് ടു ദി ഓർഗനൈസേഴ്സ് ആൻഡ് ക്യാപിറ്റലിസ്റ്റിക്. ആ സംഘടനയ്ക്ക്, ആ ഒരു സംഘടന ഉണ്ടാവുമല്ലോ, ഒരു ഏതെങ്കിലും ഒരു കമ്പനി ആവാം, അങ്ങനെയുള്ള ഓർഗനൈസേഷന് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിന്, മുതലാളിമാർക്കാണ് അതിന്റെ സർപ്ലസ് പോകുന്നത്. ക്യാപിറ്റലിസ്റ്റിക് എക്കോണമിയിലെ അവരുടെ പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏർണിംഗ് ആണ്. അതുപോലെ തന്നെ സർപ്ലസ് ആർക്കാണ് പോകുന്നത്? ഓർഗനൈസേഴ്സിന് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിനാണ്. മുതലാളിമാർക്ക് അല്ലെങ്കിൽ ആ കമ്പനിക്കോ അങ്ങനെയുള്ള സംഘടനകൾക്കാണ് അതിന്റെ എല്ലാ സർപ്ലസും പോകുന്നത്. In capitalistic economy, profit earning is the main motive and surplus goes to the organizers and the capitalists. In capitalistic economy, profit earning is the main motive and surplus goes to the organizers and the capitalists. In socialism എന്ന് പറയുമ്പോൾ എന്താണ്? വേറൊരു ഹാൻഡാണ് കേട്ടോ. ക്യാപിറ്റലിസ്റ്റിന്റെ എക്സ്ട്രീം ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സോഷ്യലിസം എന്ന് പറയുന്നത്. ഇൻ സോഷ്യലിസം, ഓൺ ദ അതർ ഹാൻഡ്, ദ സോഷ്യൽ വെൽഫെയർ ഈസ് ദ അൾട്ടിമേറ്റ് ഒബ്ജക്ട് ആൻഡ് സർപ്ലസ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആസ് ഹോൾ. എന്താണ് ഈ സോഷ്യലിസത്തിൽ എന്താണ്? വേറൊരു ഭാഗമാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ദ സോഷ്യൽ വെൽഫെയർ ഇസ് ദ അൾട്ടിമേറ്റ് ഒബ്ജക്ട്. നേരത്തെ എന്താണ്? പ്രോഫിറ്റ് ഏർണിംഗ് ഇസ് ദ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താണ്? സോഷ്യൽ വെൽഫെയർ,
സാമൂഹികമായിട്ടുള്ള ക്ഷേമം, സമൂഹത്തിന്റെ ക്ഷേമമാണ് അതിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിന് ക്ഷേമം കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് സർപ്ലസ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആസ് ഹോൾ. ഒരു സൊസൈറ്റിക്ക് ആകമാനം അതിൽ എന്ത് ലാഭം കിട്ടുന്നു, എന്ത് സർപ്ലസ് കിട്ടുന്നു, അത് മുഴുവൻ ഒരു വ്യക്തിയിലല്ല പോകുന്നത്, ഒരു ഓർഗനൈസേഷനല്ല പോകുന്നത്, ആ സൊസൈറ്റിക്ക് ആകമാനമാണ് പോകുന്നത്. അതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. In socialism, on the other hand, the social welfare is the ultimate object and the surplus is utilized for the welfare of the society as a whole. In socialism, on the other hand, the social welfare is the ultimate object and the surplus is utilized for the welfare of the society. The principle of voluntary association and democratic management are the guidelines for the cooperative movement. The principle of voluntary association and democratic management are the guidelines for the cooperative movement. അതായത് ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു വളണ്ടറി അസോസിയേഷൻ, സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ സഹകരണ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു വളണ്ടറി അസോസിയേഷൻ ആണ്. അതുപോലെ തന്നെ ജനാധിപത്യപരമായ മാനേജ്മെന്റുകൾ ആണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് നിയന്ത്രിക്കുന്നത്. അതായത് ഒരു എന്താ ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരു ഇന്ന ആളുകൾ പറഞ്ഞിട്ട് നിങ്ങൾ കമ്പലായിട്ട് ഇന്ന അസോസിയേഷൻ രൂപീകരിക്കണം, ഇങ്ങനെ നിങ്ങൾ ഒരു കോപ്പറേറ്റീവ് അസോസിയേഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ല. അത് തുറന്ന് സ്വാതന്ത്ര്യമുള്ളതുമായിട്ടുള്ള ഒരു അസോസിയേഷനാണ്. അതുപോലെ തന്നെ എന്താണ്, ഇന്ന ആളുകൾ മാത്രമേ അതിൽ അഡ്മിറ്റ് ചെയ്യുള്ളൊന്നില്ല. അതിന്റെ ബൈലോയില് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് രീതിയിലുള്ളതാണ്, ആ പ്രവർത്തനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഏതൊരാൾക്കും അതിൽ മെമ്പർ ആവാൻ പറ്റും. അതല്ലാതെ ഞാനാണ് ഞാൻ പറയുന്നത് നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന എന്റേതായ കുറച്ച് ആളുകൾ മാത്രം വിചാരിച്ചിരുന്ന ആളുകൾ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ എന്തല്ല കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ, കോർപ്പറേഷൻ എന്ന് പറയുന്നത് അതൊരു വളണ്ടറി അസോസിയേഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് വളണ്ടറി അസോസിയേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ് ദ ഗൈഡ് ലൈൻസ് ഫോർ ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള രണ്ട് പ്രിൻസിപ്പിൾ ആണ്. വളണ്ടറി അത് ഓപ്പൺ ആൻഡ് വളണ്ടറി മെമ്പർഷിപ്പും ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ഇത് രണ്ടും പറയുന്ന പ്രിൻസിപ്പിൾസിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. Socialism is based on the principles of mutual help, avoid exploitation, profit and service to community as a whole. സോഷ്യലിസം എന്ന് പറയുന്നത് പരസ്പര സഹായം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അതിന്റെ അജണ്ട എന്ന് തന്നെ പറയുന്നത് ചൂഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നീട് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് സർവീസ് ടു കമ്മ്യൂണിറ്റി. അതായത് അതായത് പ്രോഫിറ്റ്, എന്തൊക്കെ ലാഭമുണ്ടെങ്കിലും എന്തെല്ലാം സേവനങ്ങളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അതൊരു വ്യക്തിക്ക് മാത്രമല്ല, ആ കമ്മ്യൂണിറ്റിക്ക് ആകമാനം നൽകണമെന്നതാണ് സോഷ്യലിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോഷ്യലിസം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മ്യൂച്വൽ ഹെൽപ്പ്, അവോയ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ, profit and service to community as a whole. Socialism is based on the principles of mutual help, avoid exploitation, profit and service to community as a whole. In cooperation, general body is the final authority. In cooperation, general body is the final authority. കോർപ്പറേഷനിലാണെങ്കിൽ, ഒരു കോർപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലായാലും ഒരു സഹകരണ പ്രസ്ഥാനങ്ങൾ ഏതിലായാലും അതിന്റെ ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അതിലെ മെമ്പർമാരാണ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. In cooperation, general body is the final authority. In capitalism, capitalists or individual is the supreme authority. ക്യാപിറ്റലിസത്തിൽ മുതലാളിത്ത വ്യവസ്ഥകളിലാണെങ്കിൽ മുതലാളിമാര് അല്ലെങ്കിൽ ആരാണോ അതിന്റെ ഇൻഡിവിജ്വൽ, അതൊരു സംഘടനയാണെങ്കിൽ അവരെല്ലാവരും, അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്വകാര്യ വ്യക്തിയാണെങ്കിൽ അവരാണ് അതിന്റെ സുപ്രീം അതോറിറ്റി. ഇൻ ക്യാപിറ്റലിസം, ക്യാപിറ്റലിസ്റ്റ് ഓർ ഇൻഡിവിജ്വൽ ഈസ് ദ സുപ്രീം അതോറിറ്റി. ഇൻ സോഷ്യലിസം, സ്റ്റേറ്റ് ഈസ് സുപ്രീം അതോറിറ്റി. സോഷ്യലിസത്തിൽ ആരാണ്? സോഷ്യലിസത്തിലെ സ്റ്റേറ്റ് ആണ് സുപ്രീം അതോറിറ്റി. സോഷ്യലിസത്തിൽ ആരാണ് സുപ്രീം അതോറിറ്റി? സ്റ്റേറ്റ് ആണ് സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്. ഇൻ സോഷ്യലിസം, സ്റ്റേറ്റ് ഈസ് സുപ്രീം അതോറിറ്റി.
Socialism is based on the principles of mutual help, avoid exploitation, profit and service to community as a whole. In cooperation, general body is the final authority. In capitalism, capitalists or individual is the supreme authority. In socialism, state is supreme authority. All means of production owned by state in socialism. സോഷ്യലിസത്തിലെ എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഉൽപാദന മാർഗങ്ങൾ. എല്ലാ ഉൽപാദന മാർഗങ്ങളും ആരിൽ നിക്ഷിപ്തമാണ്? സ്റ്റേറ്റിൽ നിക്ഷിപ്തമാണ്. ആരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്? സ്റ്റേറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. All means of production owned by state in socialism. All means of production owned by private individuals in ക്യാപിറ്റലിസം. സോഷ്യലിസത്തിലെ സ്റ്റേറ്റിലാണ് എല്ലാം അധിഷ്ഠിതമായിട്ടുള്ള മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അധിഷ്ഠിതമായിട്ടുള്ളതെങ്കിൽ ക്യാപിറ്റലിസത്തിലെ ആ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ്, അല്ലെങ്കിൽ ആ ക്യാപിറ്റലാണ് അതിന്റെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആരാണോ ആ ക്യാപിറ്റലിസ്റ്റ് ആയ മുതലാളിത്ത സംരംഭത്തിന്റെ ഓണർ ആരാണോ അയാളുടെ കയ്യിലാണ് അതിന്റെ എല്ലാ ഉത്പാദന മാർഗങ്ങളും ഉള്ളത്. All means of production owned by private individuals in capitalism. In cooperatives, means of production are owned and managed by its workers. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആരുടെ ഉടമസ്ഥയിലാണ്? അത് അതിന്റെ ഉടമസ്ഥനും അത് മാനേജ് ചെയ്യുന്നതും അതിന്റെ വർക്കേഴ്സ് തന്നെയാണ്. ഇൻ കോപ്പറേറ്റീവ്സ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഇറ്റ്സ് വർക്കേഴ്സ്. In cooperatives, means of production are owned and managed by its workers. Cooperation is regarded as golden means between capitalism and socialism because it combines the spirit of public service with management of basic principles. Cooperation is regarded as golden means between capitalism and socialism because it combines the spirit of public service with management of basic principles. കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റലിസത്തിനും സോഷ്യലിസത്തിനും ഇടയിലുള്ള ഒരു ഗോൾഡ് മീൻസ്, സ്വർണ്ണ തൂലിക, സ്വർണ്ണ ലിപി എന്ന് പറയും. സ്വർണ്ണ ലിപിയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ പബ്ലിക്, അതായത് എല്ലാ വിധത്തിലുള്ള ഇതിന്റെ എല്ലാ ജനങ്ങൾക്ക് സർവീസ് ചെയ്യുന്ന, പൊതുജനങ്ങൾക്ക് സർവീസ് ചെയ്യുന്നതായിട്ടുള്ള എന്തെല്ലാം പ്രിൻസിപ്പിൾ ഉണ്ട് അതെല്ലാനും കൂടി ചേർന്നതിന്റെ ഏറ്റവും നല്ല എല്ലാ പ്രിൻസിപ്പിൾ കൊണ്ട് ചേർന്നിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഗോൾഡ് മീൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം എന്നറിയപ്പെടുന്നു. Cooperation is regarded as golden means between capitalism and socialism because it combines the spirit of public service with the management of basic principles. Cooperation is regarded as golden means between capitalism and socialism because it combines the spirit of public service with the management of principles.